എനിക്ക് ആ കഥ പറയുന്നത് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അവിടുന്ന് മാറിയിരുന്നു. നെവിനോട് പറഞ്ഞിട്ട് നെവിൻ ഞാൻ ഇവിടുന്ന് മാറിയിരുന്നു. നിങ്ങൾ കണ്ടതായിരുന്നു. ടൈം അങ്ങനെയായിരുന്നു. എനിക്ക് മടുത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാറിയിരിക്കാണെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞില്ല. ഞാൻ മാറിയിരിക്കാണ്, നെവിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലക്ക് വന്നിരുന്നു. മനസ്സിലായോ? അത്രമാത്രം അല്ല അതല്ല ക്യാമറ എന്ന് ഷാനവാസിനെ നോക്കിയാൽ അറിയാം ഇന്നിപ്പോൾ ഒരു ലൈവിൽ ഉണ്ടായൊരു സംഭവമാണ്. നമ്മളെ ഷാനവാസിന് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല. ഷാനവാസ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അനീഷിൻ്റെ വായന്ന് വീണ ഒരു കാര്യം അതുമ്മ പിടിച്ച് തൂങ്ങി ഷാനവാസ് ഊഞ്ഞാലാടി. എന്നൊക്കെയാണ് ഷാനവാസ്. കണ്ടന്റ് കിട്ടണില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. രേണു പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. രേണു എന്താ പറയുക, ഒന്നുമില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് രേണു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. അപ്പോൾ ആ ഒരു മാന്യത ഷാനവാസും ചെയ്യും. താൻ എന്തിനും ഈ ആൾക്കാരെങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു? തൻ്റെ ഒരു ആക്ഷൻസും ആ മീശ അങ്ങോട്ട് ഒന്ന് വടിച്ചെടുക്കുമോ? കാരണം മീശ കുറേ പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ആണത്താണെന്ന് വിചാരിക്കുന്നൊരു വൃത്തികെട്ട മെൻറ്റാലിറ്റിയുള്ള മേസനാണ് താൻ. തൻ്റെ ഓരോ ആക്ഷനിലും മറ്റുള്ളവരെ പരിഹസിച്ചും മറ്റുള്ളവർക്കൊരു വാല്യൂ ഇല്ല. തനിക്ക് PSC കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. അയാൾ PSC എഴുതി, അതേപോലെ തന്നെ IBPS കോച്ചിങ് കഴിഞ്ഞിട്ട് ബാങ്കിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ IBPS കോച്ചിങ് കഴിഞ്ഞ ആളാണ്. പക്ഷെ എനിക്ക് അത്രയും സ്പീഡില്ലാത്തതുകൊണ്ടും കാൽക്കുലേഷൻ സ്പീഡില്ലാത്തതുകൊണ്ടും ഞാൻ തോറ്റുപോയ ആളാണ്. അപ്പോൾ ഒരാളുമായിട്ട് കുറവായിട്ട് കാണരുത്. തൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പിടിച്ച കൊമ്പിന് അല്ലെങ്കിൽ മുയലിന് 4 കൊമ്പ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വൃത്തികെട്ട, ഞാൻ പറയട്ടെ, ഈ പണ്ടത്തെ മോഹൻലാലിൻ്റെ ഇതിലൊക്കെ പറയും തേർഡ് റേറ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ. ഇത് ഈ വാക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ തൻ്റെ ആറ്റിറ്റ്യൂഡും തൻ്റെ സ്വന്തം കൂട്ടുകാരനാണെന്നുള്ള ലെവലാണ് താൻ എല്ലായിടത്തും പറയുന്നത്. പക്ഷെ താൻ ഇയാളെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ദിവസം നിന്നത്. ആ ഭാവത്തിൽ ഇത്രയും അറിയില്ലായിരുന്നു. താൻ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുക. താൻ എന്താടോ ഈ പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കുന്നത്? അത് തൻ്റെ മകളെ പോലെയാണ്. തൻ്റെ മകൾക്ക് 27-28 വയസ്സുണ്ടോ കയറി പിടിക്കാൻ? ഒരു 27-26 മേലെ വയസ്സുള്ള പെൺകുട്ടികളാണ്. ഓക്കെ, താൻ ഇതേപോലെ തന്നെ മകളാണെന്ന് വിചാരിച്ചിട്ട് കയറി അടിച്ചു എന്നൊക്കെ താൻ പറയുന്നുണ്ട്. അപ്പം അവളെ മുഖം പോയത് താൻ ശ്രദ്ധിച്ചില്ലേ? അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ദേഹത്ത് തൊടരുത് എന്നുള്ളത് മാന്യമായിട്ട് തനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഇതേ കയറി സംസാരിക്കുന്ന തൻ്റെ ഇമാതിരി ചീപ്പ് ഷോ കാണാനല്ല ഞങ്ങളെപ്പോലുള്ള ഓഡിയൻസ് ഇരിക്കുന്നത് ഇവിടെ. ഓക്കെ, 24 മണിക്കൂറും ഞാനിവിടെ ലൈവ് കാണുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെരി ചീപ്പ് ഷോ. ഓക്കെ, വെരി ബാഡ് ഷാനവാസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നോക്കുമ്പോ നെവിൻ ഇങ്ങനെ പതുക്കെ കേറി പതുക്കെ ഇങ്ങോട്ട് ചാഞ്ഞു. ഇതൊരു ടാസ്കാണ്. അവര് പറഞ്ഞോണ്ടിരിക്കുമ്പോ ക്യാമറ നോക്കിക്കോ. അവരതിനകത്ത് സംസാരിക്കുമ്പോ അവരെല്ലാം ജീവിക്കാമെന്നവരാരല്ലേ ക്യാമറ നോക്കിക്കോ. ഞാൻ ബിഗ് ബോസിനോട് തന്നെ സംസാരിച്ചോണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കേൾക്കുന്നുള്ള ഒരു കാര്യം നിങ്ങളെല്ലാവരും ഉറങ്ങിയിട്ട് ഞാൻ സംസാരിച്ചോണ്ട് അതാണ് നല്ലത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ സംസാരിച്ചോണ്ട്